കൊല്ലം താലൂക്ക് NSS വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര മത്സരം സംഘടിപ്പിച്ചു. ധനുമാസ തിരുവാതിരയുടെ ഭാഗമായാണ് തിരുവാതിര മത്സരം സംഘടിപ്പിച്ചത്. 15 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഓരോ ടീമും മികച്ച നിലവാരം പുലർത്തിയതിനാൽ മാർക്ക് നൽകുന്നതിൽ ജഡ്ജസിനും ആശയക്കുഴപ്പമുണ്ടായി. കൊല്ലം താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള കരയോഗങ്ങളിൽ നിന്നുള്ളവരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇത്തരം പരിപാടികളിലൂടെ സൗഹൃദവും സാഹോദര്യവും ഐക്യവും ധ്രുവീകരിക്കാൻ കഴിയുമെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. കൊല്ലം താലൂക്ക് NSS വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായിട്ടൊരു തിരുവാതിര കളി മത്സരം കൊല്ലം താലൂക്കിന്റെ കീഴിലുള്ള 147 കരയോഗങ്ങളിലെ വനിതാ സമാജത്തിലുള്ള അംഗങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് 15 ടീമാണ് ഇന്നിവിടെ മത്സരിക്കുന്നത്. ഓരോ ടീമിനും ഫസ്റ്റ് പ്രൈസ് ടീമിന് 5000 രൂപയും മന്നം മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും. അത് സ്പോൺസർ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ പ്രൈസ് 5000 രൂപ മായ ബാബു വനിതാ യൂണിയൻ കമ്മിറ്റി അംഗമാണ്. റോളിംഗ് ട്രോഫി ഉമേലൂർ കരയോഗത്തിലെ അംഗങ്ങൾ, അവർ കരയോഗക്കാരാണ്. സെക്കൻഡ് പ്രൈസ് 3000 രൂപയും ഒരു മന്നത്ത് പാർവതിയമ്മ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയാണ്. അത് ട്രോഫി സ്പോൺസർ ചെയ്തേക്കുന്നത് കച്ചേരിയത്ത് വേണു, നമ്മൾ നേരത്തെ ACBയിലൊക്കെ ഉണ്ടായിരുന്ന വേണുവാണ്. നമ്മുടെ കമ്മിറ്റി അംഗമാണ്, താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹമാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. ഞങ്ങൾ വനിതാ യൂണിയനാണ് നടത്തുന്നതെങ്കിലും ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ കമ്മിറ്റി വനിതാ യൂണിയനാണ്. അവരുടെ സപ്പോർട്ടാണ് മൊത്തം. പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും. അതുപോലെ തന്നെ MSSന്റെ കോർഡിനേറ്റർ, അവരെല്ലാ കാര്യങ്ങളിലും നമ്മളൊന്നും അറിയുന്നില്ല, നമ്മളിതിൻ്റെ ഇതായിട്ട് നട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും തന്ന് ഞങ്ങളെ വളരെ നല്ല രീതിയിൽ ഇതുപോലെ എത്തി. നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളുടെ സഹകരണം ഏറ്റവും പ്രധാനം അതാണ്. ഇപ്പോൾ ഇവിടെ നടന്നാൽ ഇത് 10 പേരിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് നടക്കത്തുള്ളൂ. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ അത് വളരെ ഏറ്റവും പ്രധാനം അവരാണ്. അതൊരിക്കലും അവരെ മറക്കാൻ പറ്റത്തില്ല. പത്രദ്വാര വാശിയേറിയ മത്സരത്തിൽ ഉമേനല്ലൂർ NSS കരയോഗം 1ാം സ്ഥാനം നേടി. ചെന്താപ്പൂർ C കേശവവിലാസം കരയോഗം 2ാം സ്ഥാനവും കുരീപ്പുഴ ശ്രീദേവി വിലാസം കരയോഗം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനം NK പ്രേമചന്ദ്രൻ MP വിതരണം ചെയ്തു.